പുതിയ പാട്ട് തന്നു. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ഒരു ദൈവവൈദ്യന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുവാൻ ഓരോ ദൈവമക്കളും ബാധ്യസ്ഥരാണ്. ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വഴികൾ, ദൈവം പോറ്റിപ്പുലർത്തിയ വഴികൾ, ദൈവം കൈപിടിച്ച് നടത്തിയ അനുഭവങ്ങൾ, ദൈവം കൂടെ ഇരുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ ഹൃദയം തുറന്ന് പറയാനും നന്ദി പറയാനും സ്തോത്രം ചെയ്യാനും കഴിയുന്നില്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിന് യാതൊരു അർത്ഥവും ഇല്ല. എന്താ വിശ്വാസ ജീവിതത്തിന്റെ അർത്ഥം? ദൈവത്തിന് സ്തുതി പാടുക, ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം, അവിടെ തന്നെ എത്രയോ അത്ഭുതകരമായിട്ട് നടത്തി. എനിക്കൊരു യോഗ്യതയുമില്ലായിരുന്നു, എനിക്കൊരു ഗുണവുമില്ലായിരുന്നു, എനിക്കൊരു അവകാശവാദവും പറയാനില്ലായിരുന്നു. പക്ഷെ എന്നെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു, ഇത്രത്തോളം ദൈവം എന്നെ കൊണ്ടുവന്നു. ദൈവം നടത്തുന്ന വഴികൾ ഇവിടെ തിമോഥെയോസിന്റെ വിശ്വാസത്തെ കണ്ടുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിന്റെ വലിയമ്മയിലും നിന്റെ അമ്മയിലും ഒക്കെ കണ്ട വിശ്വാസം നിന്നിൽ കാണുകയാണ്. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നീ അനുഭവിക്കുന്ന കഷ്ടതയൊക്കെ ഞാൻ നിന്റെ കണ്ണുനീര് ഓർത്തുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. മാത്രമല്ല ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുകയാണ്. എത്ര നല്ലൊരു ആത്മീയ കാഴ്ചപ്പാട്! ഒരു ദൈവഭക്തന്റെ നന്മ കണ്ടുകൊണ്ട്, ഒരു ദൈവഭക്തന്റെ ആത്മീയ ജീവിതം കണ്ടുകൊണ്ട്, അവന്റെ ആത്മീയ വളർച്ച ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ പിന്നിൽ ഒരാൾ നിൽക്കുന്നു എന്ന് പറയുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നത് എത്രയോ ധന്യമായ ഒരു കാര്യമാണ്. നമ്മളിവിടെ ഓർത്തതുപോലെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന, ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ തിരിച്ചറിയാൻ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുവാനും ജീവിക്കുവാനും ഒരു ദൈവഭക്തൻ കഴിയുമ്പോഴാണ് അവന്റെ ജീവിതം, ആത്മീയ ജീവിതം അർത്ഥമുള്ളതായിട്ട്. അല്ലാതെ വെറുതെ വന്നിരുന്ന് ചുമ്മാതെ കാഴ്ചക്കാരായിട്ട് ദൈവം തന്നെ അനുഭവിച്ചിട്ട് ഒരു നന്ദി പോലും പറയാതെ പോകുന്നത് എത്രയോ വലിയ നന്ദികേടാണ്, എത്രയോ വലിയ നന്ദികേട. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ, കർത്താവ് ചെയ്ത നന്മകൾ അല്ലെ, ഓരോ ദിവസവും നോക്കണം. ഇന്ന് പകൽ മുഴുവൻ, രാവിലെ മുഴുവൻ മുതൽ ഇപ്പൊ വരെയുള്ള, വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഒരു പേപ്പർ എടുത്ത് എഴുതി നോക്ക്. ഇന്ന് രാവിലെ മുതൽ ഈ വൈകുന്നേരം വരെ, ഇന്ന് പകൽ ദൈവമെന്നെ നടത്തിയ വഴികൾ. അതുകൊണ്ട് പാട്ടുകാരൻ പാടുന്നത്, ഇന്ന് പകൽ മുഴുവൻ കരുണയോടെ എന്നെ സൂക്ഷിച്ചവനെ, നന്ദിയോടെ തിരുനാമത്തിന് കർത്താവേ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എണ്ണിയാൽ തീരാത്ത, എഴുതിയാൽ തീരാത്ത നന്മകൾ ഇന്ന് പകൽ മുഴുവൻ അവിടുന്ന് എന്നോട് ചെയ്തു. ആ ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ വർണ്ണിച്ചുകൂടാൻ കഴിയില്ല. ഇന്ന് പകൽ മുഴുവൻ കരുണയോടെ അവിടുന്ന് എന്നെ സൂക്ഷിച്ചു. എന്റെ യാത്രയിൽ, എന്റെ പോക്കുവരവിൽ, എന്റെ പഠനത്തിൽ, എന്റെ വിദ്യാഭ്യാസത്തിൽ, എന്റെ ജോലിയിൽ, എന്റെ കുടുംബകാര്യങ്ങളിൽ, എന്റെ അടുക്കളയിൽ ഒക്കെ എന്നെ സൂക്ഷിച്ച കർത്താവ്. ഒരപകടം വരാതെ, ഒരനർത്ഥം വരാതെ, ഒരാപത്ത് വരാതെ ആ ദൈവത്തിന്റെ നന്മയെ ഓർത്ത് നന്ദി പറയാൻ കഴിയുന്നതാണ് ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിന്റെ മാർഗം. ഇവിടെ അപ്പോസ്തലൻ ആ കാര്യത്തെ ഓർത്ത് ദൈവത്തോട് നമ്മുടെ ജീവിതത്തിലും അനുദിന കർത്താവിന് നന്ദി പറയുന്നവരായിരിക്കണം, സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. വ്യക്തിപരമായി എനിക്ക് എന്തെല്ലാം ദൈവത്തോട് നന്ദി പറയാൻ ഓർത്ത് നോക്കാം. അതിനൊന്നും നമുക്ക് സമയമില്ല. എന്നാൽ ജീവിതത്തിൽ ഓർക്കണം ദൈവത്തിന്റെ വഴികൾ, അനുദിനം ഓർക്കണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പൗലോസ് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ചെയ്യുന്ന ഓരോ ഉപകാരങ്ങളും അനുദിനം ഓർത്തുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ. കേവലം ഒരു വിശ്വാസി എന്ന് പേരുകൊണ്ട് പറയുന്നതിലല്ല, ഞാൻ വിശ്വാസിയാണെന്ന് ഞാൻ അഭിമാനിക്കുന്നതിലല്ല, എന്റെ പ്രായോഗികമായ ജീവിതത്തിൽ, എന്റെ ഓരോ നിമിഷങ്ങളിലെയും ഓരോ ദിവസത്തെയും ജീവിതത്തിൽ ദൈവം തന്നെ അനുഭവിച്ച് നന്ദിയുള്ളവരാണ് ഞാൻ ജീവിക്കുമ്പോഴാണ് എന്റെ വിശ്വാസ ജീവിതം ഏറ്റവും ധന്യമായി ദൈവം സഹായിക്കട്ടെ. നമുക്കും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം, നന്ദിയോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിലുള്ള കുറവ് നമുക്ക് തരട്ടെ. ദൈവനാമം